നമസ്കാരം. മലയാണ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. അക്ഷരം പഠിച്ചു തുടങ്ങുന്ന കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എങ്ങനെയാണ്, ഏത് രീതിയിലാണ് 2 ലൈൻ ബുക്കിലും, അതായത് ഡബിൾ ലൈൻ ബുക്കിലും സിംഗിൾ ലൈൻ ബുക്കിലും എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സ്വരാക്ഷരങ്ങൾ 15 എണ്ണമാണുള്ളത്. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഏ, ഐ, ഒ, ഓ, ഔ, അം, അ. ഇതിലെ അക്ഷരങ്ങൾ എഴുതാൻ പലപ്പോഴും കുട്ടികൾ ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഈസി വേ പറഞ്ഞു തരാം. അതിനായി ആദ്യം ഞാൻ ഇവിടെ നിങ്ങളെ എഴുതി കാണിക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് അകത്തുള്ള ചില അക്ഷരങ്ങളാണ്. അവ എഴുതാൻ മനസ്സിലാക്കിയാൽ പിന്നീട് ഈ സ്വരാക്ഷരങ്ങൾ എഴുതാൻ വളരെയധികം ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യം വ്യഞ്ജനാക്ഷരങ്ങൾക്കകത്തെ ആ ചില അക്ഷരങ്ങൾ ഏതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. റ, ര, ദ, ത. ഇതാണ് ഞാൻ ആദ്യമായി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ എഴുതി കഴിയുകയാണെങ്കിൽ സ്വരാക്ഷരങ്ങൾ എഴുതുന്നത് വളരെ എളുപ്പമായിരിക്കും. കാരണം ഈ ഓരോ അക്ഷരങ്ങളും ചേർത്താണ് സ്വരാക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഉള്ളത് ഒന്ന് നോക്കാം. ആദ്യം റ, പിന്നീട് ര എന്ന അക്ഷരമാണ് എഴുതുന്നത്. റ എഴുതുന്നത് പോലെ തന്നെ എഴുതിയതിന് ശേഷം അകത്തേക്ക് വളച്ച് വലത് സൈഡിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഈ റൈറ്റ് സൈഡിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇത് ര. അടുത്തത് ദ. റ എഴുതുന്നത് പോലെ തന്നെ പകുതി വരെ എഴുതി പിന്നീട് നമ്മൾ 3 എഴുതുന്നത് എങ്ങനെയാണോ അതുപോലെ എഴുതുക, വളച്ചിട്ട്. ഇതാണ് ദ. അടുത്തത് ത. ഒരു റാ എഴുതി അതിനോടൊപ്പം തന്നെ അടുത്ത റാ കൂടി ചേർക്കുന്നു. അപ്പോൾ എന്തായി? ത. ഇത് എഴുതുമ്പോൾ ഓർക്കേണ്ടത് സിംഗിൾ ലൈൻ ബുക്കാണ് ഇത്. ഈ സിംഗിൾ ലൈൻ ബുക്കിനകത്ത് മുകളിൽ മുട്ടിച്ചിട്ട് എഴുതാൻ പാടില്ല. ഇനി സ്വരാക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ അക്ഷരം അ. നമ്മൾ ദ എങ്ങനെയാണോ എഴുതിയത് അതുപോലെ ആദ്യം എഴുതുക. അതിനോട് ചേർത്ത് ഒരു റാ കൂടി എഴുതുന്നു, അതിനോട് ചേർത്ത് ഒരു രാ കൂടി എഴുതുന്നു. അപ്പോൾ എന്തായി? ആയായി മാറി. ഇനി അടുത്തത് ആ. എങ്ങനെയാ ആ എഴുതണ്ടേന്ന് നോക്കിയേ. ആദ്യം ആ എഴുതുക, അതിനുശേഷം ഇവിടെ നിന്നും താഴേക്ക് ഇതുപോലെ വളച്ചെഴുതുക. ആ എഴുതുക, അതിനുശേഷം ഈ ഭാഗത്തു നിന്നും വളച്ച് താഴേക്ക്. ഇനി ഇ. ഇതുപോലെയാണ് ഈ എഴുതുന്നത്. ആദ്യം ഒരു വട്ടമിട്ടു, ഒരു റാ എഴുതി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റാ എഴുതി, അതിനോട് ചേർത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വളച്ചു, പിന്നീട് താഴേക്ക് കൊണ്ടുവന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് നീട്ടി ഇതുപോലെ നിർത്തുന്നു. ദ എഴുതുന്നത് പോലെ എഴുതി, അത് കഴിഞ്ഞിട്ട് റാ ചേർത്തു, പിന്നീട് ര. അപ്പോൾ എന്തായി? ആ. ഇനി ആ എഴുതിയതിന് ശേഷം അതിനോടൊപ്പം ഇതുപോലെ താഴേക്ക് വളച്ച് നീട്ടി നിർത്തുന്നു. അപ്പോൾ എന്തായി? ആ. ഇനി ഈ എഴുതുമ്പോൾ ഒരു വട്ടമിട്ടു, ഒരു റാ എഴുതി, അതിനുശേഷം ഇടതുവശത്തേക്ക് വളച്ചു, താഴേക്ക് കൊണ്ടുവന്ന് വലതുവശത്തേക്ക് വളച്ച് ഇതുപോലെ നിർത്തുന്നു. അപ്പോൾ ഈ ആയി മാറി. ഇനി ഈ എഴുതേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ തന്നെ ഈ എഴുതുക, അതിനുശേഷം ഈ ഒരു ചിഹ്നം അതിനോടൊപ്പം
ചേർത്ത് എഴുതുക. എങ്ങനെയാണ്? ഈ. ഇവിടെ വളച്ച് നിർത്തേണ്ടത് ഈ മുകളിലെ ഭാഗത്തിന് നേരെ, മുകളിലെ ഈ ഒരു ഭാഗത്തിന് നേരെ താഴെയായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വേണം നിർത്താൻ. അപ്പോൾ ഇതുപോലെയാണ് മലയാള അക്ഷരങ്ങൾ എഴുതേണ്ടത്. അ, ആ, ഇ, ഈ. സ്വരാക്ഷരങ്ങൾ സിംഗിൾ ലൈൻ ബുക്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. 2 ലൈൻ ബുക്കിനകത്ത് റാ ഏത് രീതിയിലാണ് എഴുതുന്നതെന്ന് നോക്കാം. മുകളിലും താഴെയും മുട്ടിച്ചിട്ട് റാ. ഈ റാ എഴുതുന്നത് പോലെ തന്നെ മുകളിലും താഴെയും മുട്ടിച്ചിട്ട് രാ എഴുതുക. രാ എഴുതുമ്പോൾ ഓർക്കേണ്ടത് റാ പോലെ എഴുതിയതിന് ശേഷം അകത്തേക്ക് വളച്ച് കൊണ്ടുവന്ന് സൈഡിലേക്ക് ജോയിൻ ചെയ്യുന്നു. അടുത്തത് ദ. പിന്നീട് ത. ഒരു റാ എഴുതി അതിന് ശേഷം ഒരു റാ കൂടി ചേർക്കുന്നു. അപ്പോൾ എന്തായി? ത. അപ്പോൾ സിംഗിൾ ലൈൻ ബുക്കിൽ എഴുതുമ്പോൾ മുകളിൽ മുട്ടിക്കാൻ പാടില്ല. 2 ലൈൻ ബുക്കിൽ എഴുതുമ്പോൾ മുകളിലും താഴെയും മുട്ടിച്ചിട്ട് എഴുതണം. അതാണ് പ്രത്യേകമായി ഓർക്കേണ്ട കാര്യം. ഇനി സ്വരാക്ഷരങ്ങൾ എങ്ങനെയാണ് 2 ലൈൻ ബുക്കിനകത്ത് എഴുതുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ അക്ഷരം ആ, ഇത് ആ. അടുത്തത് ഇ, അടുത്തത് ഈ. അപ്പോൾ ആ എന്നുള്ളത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. നമ്മൾ ദാ എഴുതാൻ പഠിച്ചു. ആ ദാ അതുപോലെ എഴുതുക. അതിനുശേഷം ഇതിനോട് ചേർത്ത് ഒരു റാ എഴുതുന്നു. അതിനോടൊപ്പം ഒരു രാ കൂടി ചേർക്കുന്നു. അപ്പോൾ എന്തായി മാറി? ആ. ഞാൻ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. ആദ്യം ഒരു ദാ, അതിനോടൊപ്പം ഒരു റാ, പിന്നീട് ഒരു ര. ദ, റാ, പിന്നെ ര. അപ്പോൾ എന്തായി മാറി? ആ എന്ന അക്ഷരമായിട്ട് മാറി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾക്കകത്തുള്ള റ, ര, ദ, ത ഇത്രയും അക്ഷരം ആദ്യം പഠിച്ചത്. അപ്പോൾ അവ എല്ലാം കൂടി ചേർത്ത് തന്നെയാണ് ഈ സ്വരാക്ഷരങ്ങളെല്ലാം എഴുതുന്നത്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ദ, റ, ര ഇത്രയും 3 അക്ഷരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് മറ്റേ അക്ഷരങ്ങൾ അത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇവയെല്ലാം എഴുതാൻ ഈസിയാകും. അപ്പോൾ നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. ആ എങ്ങനെ എഴുതുമെന്ന്. നമ്മൾ ആ എഴുതിയത് ആദ്യം ആ എഴുതിയത് എങ്ങനെയാണ് അതുപോലെ തന്നെ എഴുതുക. അതിനുശേഷം ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ഈ ഭാഗത്ത് നിന്നും താഴേക്ക് വളച്ച് ഇത്ര വരെ കൊണ്ടുവരിക. അപ്പം ആന്നായി. ഒന്നുകൂടെ നോക്കൂ. ആ. ആ. ഇനി അടുത്തത് ഈ. ഈ എഴുതേണ്ടത് ഇതുപോലെയാണ്. നോക്കിക്കേ. ആദ്യം ഒരു ചെറിയ വട്ടം പോലെ അതിനോട് ചേർത്തൊരു റാ, അത് കഴിഞ്ഞ് വീണ്ടും ഒരു റാ, പിന്നീട് ഇടത് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വളച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് താഴേക്ക് വളച്ച് റൈറ്റ് സൈഡിലേക്ക് വലത് സൈഡിലേക്ക് വളച്ച് ദേ ഈ ഈയുടെ ഈ ഭാഗത്തിന് താഴെയായിട്ടാണ് നിർത്തേണ്ടത്. അപ്പോൾ വരയുടെ താഴെ വേണം ഇത്രയും ഭാഗം. ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം നമ്മളൊരു വട്ടമിട്ടു, പിന്നീട് ഇതുപോലെ 2 റാ എഴുതി ലെഫ്റ്റ് സൈഡിലേക്ക് വളച്ചു, താഴേക്ക് കൊണ്ടുവന്ന് റൈറ്റ് സൈഡിലേക്ക് വളച്ച് നിർത്തുന്നു. ഓക്കെ. അപ്പോൾ ഈ. ഇനി അടുത്തത് ഈ. ആദ്യം നമ്മൾ ഈ എഴുതുന്നു. ഈ എഴുതിയതിന് ശേഷം ഇതുപോലെ ഒരു ചിഹ്നം എഴുതുക. ഇതെഴുതുമ്പോൾ ഈ ഭാഗം ഇതിന് നേർ താഴെയായിട്ട് വരുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നുകൂടി ഈ എന്നുള്ളത് എഴുതാം.
ഈ. ഒരു പ്രാവശ്യം കൂടി ഞാൻ എഴുതി കാണിച്ചു തരാം. ഈ. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വരാക്ഷരങ്ങൾ 2 ലൈൻ ബുക്കിനകത്ത് എഴുതേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു. വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.